Hi students, welcome to our zoology class. Today we are going to study about translation. Translation process ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Okay, and in the last class we have discussed about transcription. അല്ലേ, transcription എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. And also we have discussed about the structure of a tRNA molecule. അല്ലേ, ഒരു tRNA moleculeന്റെ സ്ട്രക്ചർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി. Now we can move to translation process. And translation it is the process of the polymerization of amino acids to form a polypeptide. Okay, നമ്മൾക്കറിയാം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ എന്താണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്? ദ ഫോംഡ് എൻ mRNA അല്ലേ, നമ്മുടെ DNA സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു mRNA മോളിക്യൂൾ ഫോം ചെയ്തതായിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി ആ mRNA മോളിക്യൂളിന് അല്ലെങ്കിൽ mRNA മോളിക്യൂൾ കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്യുന്ന ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ നമുക്കൊരു പ്രോട്ടീൻ ചെയിൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പ്രോട്ടീൻ ചെയിൻ, നമുക്കറിയാം പ്രോട്ടീൻ ചെയിന് ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരുപാട് മോണോമേഴ്സ് വേണം അല്ലേ, ഒരുപാട് ചെറിയ ചെറിയ യൂണിറ്റ് ഫോം ചെയ്തിട്ടാണ് നമുക്കൊരു വലിയ പോളിമർ ചെയിൻ കിട്ടുക. അപ്പം നമുക്കൊരു പോളിപെപ്റ്റൈഡ് ചെയിൻ ആണ് ട്രാൻസ്ലേഷനിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മോണോമർ യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്മോളർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ് അല്ലേ. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടല്ലേ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. അപ്പോൾ അമിനോ ആസിഡ് സീക്വൻസസിന് അല്ലെങ്കിൽ അതിൻ്റെ റെസിഡ്യൂസിനെ പോളിമറൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് അമിനോ ആസിഡ്സിൻ്റെ യൂണിറ്റുകൾ, ചെറിയ ചെറിയ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ചെയിന് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ദി polymerization of amino acids. Amino acids polymerize ചെയ്യാണ് in order to form a polypeptide chain or a protein chain. The order of these amino acids അല്ലേ, ഈ ഒരു പ്രോട്ടീൻ ചെയിനിലുള്ള അമിനോ ആസിഡ്സിൻ്റെ ആ ഓർഡർ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ mRNAയിലുള്ള ബേസ് സീക്വൻസസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ, mRNA ഡിഫൈൻ ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് അല്ലെങ്കിൽ mRNA ഡിഫൈൻ ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പം mRNAയിലുള്ള ബേസ് സീക്വൻസസ് തന്നെയാണ് എന്തിനേയും ഡിഫൈൻ ചെയ്യുന്നത്, ഇവിടെ ഫോം ചെയ്യുന്ന അമിനോ ആസിഡ്സിൻ്റെ ഓർഡർ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത് ദ ബേസ് സീക്വൻസസിൻ്റെ mRNA ആണ്. And this amino acids are combined by a peptide bond. ഓക്കെ, ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോം ചെയ്യുന്നത് അമിനോ ആസിഡ്സിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു പെപ്റ്റൈഡ് ബോണ്ടാണുള്ളത്. അപ്പോൾ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷന് ഇറ്റ് റിക്വയേഴ്സ് എനർജി ആവശ്യമാണ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ദിസ് പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ, നൗ വി ക്യാൻ ലുക്ക് ഹൗ ദിസ് ട്രാൻസ്ലേഷൻ ഒക്കേഴ്സ് അല്ലേ. അപ്പോൾ അതിന് തുടക്കത്തിൽ തന്നെ എന്ത് നടക്കണം എന്നോ, ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് ചാർജിങ് ഓഫ് tRNA മോളിക്യൂളിൻ്റെ ചാർജിങ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയർ ദ അമിനോ ആസിഡ്സ് അല്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഒരുപാട് അമിനോ ആസിഡ്സിൻ്റെ ചെറിയ ചെറിയ യൂണിറ്റ് ആണ് കമ്പൈൻ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, the amino acids are to be activated by the presence of amino-acyl tRNA synthetase. amino-acyl tRNA സിന്തസ്റ്റൈസിൻ്റെ പ്രസൻസിലാണ് നമ്മുടെ ഈ അമിനോ ആസിഡ്സ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ട്രാൻസ്ലേഷൻ്റെ തുടക്കത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് കേട്ടോ, ഇനീസിയേഷൻ ആയിട്ട് നടക്കുന്നതാണ്. സോ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ചാർജിങ് ഓഫ് tRNA. ആ ഒരു പ്രോസസ്സിനാണ്, അതായത് അമിനോ ആസിഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ചാർജിങ് ഓഫ് tRNA എന്ന് പറയുന്നത്. What about the translation unit of an mRNA? ഒരു mRNAയിലുള്ള ട്രാൻസ്ലേഷൻ യൂണിറ്റിൽ there will be a start codon അല്ലേ. തുടക്കത്തിൽ എന്തുണ്ടായിരിക്കും, ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് AUG. ഓക്കെ, ആൻഡ് there will be ലാസ്റ്റ് ആയിരിക്കും ഒരു സ്റ്റോപ്പ് കോഡോൺ ഉണ്ടാവുക. ആൻഡ് there is a region that codes for പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഒരു ട്രാൻസ്ലേഷൻ യൂണിറ്റ്. ഒരു ബേസിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ അത്ര കാര്യങ്ങളാണുള്ളത്. ഒരു സ്റ്റാർട്ട് കോഡോൺ ആൻഡ് there is a codes for protein and also there is a stop codon. And this mRNA will migrates into അല്ലെങ്കിൽ were transported into cytoplasm from nucleus during the ട്രാൻസ്ലേഷൻ്റെ പ്രോസസ്സിൻ്റെ സമയത്തെ സൈറ്റോപ്ലാസത്തിലൂടെ, നമുക്ക് സെൽ സ്ട്രക്ചർ ഒക്കെ അറിയാമല്ലേ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ഒരുപാട് സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സൈറ്റോപ്ലാസത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ദിസ് mRNA during the process of translation. And in this mRNA there are some additional sequences that are now translated. ഒരു mRNA സ്ട്രാൻഡ് നോക്കിയാലേ അതിലുള്ള കംപ്ലീറ്റ് ഭാഗവും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഭാഗമല്ല. ദർ ആർ സം അഡീഷണൽ സീക്വൻസസ് ദാറ്റ് ആർ നോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാത്ത ചില ഭാഗങ്ങളുണ്ട്. ആൻഡ് ദേ ആർ നോൺ ആസ് untranslated
റീജിയൻ, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അല്ലെങ്കിൽ UTR എന്ന് പറയും. And this UTRs are actually present at both 5' and 3' end. ഒരു mRNA സ്ട്രാൻഡിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലും എന്തുണ്ട്, ദിസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അല്ലെങ്കിൽ UTR റീജിയൻസ് ഉണ്ട്. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ എഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് അത്യാവശ്യമാണ് ദിസ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. അപ്പോൾ അത്രയൊക്കെയാണ് ഒരു mRNA മോളിക്യൂളിലുള്ള ഒരു ട്രാൻസ്ലേഷൻ യൂണിറ്റ് പറയുമ്പോൾ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ദർ വിൽ ബി എ സ്റ്റാർട്ട് കോഡോൺ, സ്റ്റോപ്പ് കോഡോൺ, ആൻഡ് ഓൾസോ ദർ ഇസ് എ റീജിയൻ ദാറ്റ് കോഡ്സ് ഫോർ പ്രോട്ടീൻ, ആൻഡ് ഓൾസോ ദർ ആർ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഓർ UTRs. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ട്രാൻസ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ആക്ച്വൽ പ്രോസസ്സിന് 3 ഭാഗങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 3 ഫേസസ് ഉണ്ട് എന്ന് പറയാം അല്ലേ. ഒരു ഇനീസിയേഷൻ ഫേസ് ഉണ്ട്, ഇലോങ്ങേഷൻ ഫേസ് ഉണ്ട്, ആൻഡ് ഓൾസോ ദർ വിൽ ബി എ ടെർമിനേഷൻ ഫേസ്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഇനീസിയേഷൻ ആണ് അല്ലേ, തുടക്കം കുറിക്കുന്നതാണ്. സോ ഇനീസിയേഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആ ഒരു ഫേസിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദ റൈബോസോംസ് ബൈൻഡ്സ് ടു ദ mRNA. ഈ mRNA സ്ട്രാൻഡിലോട്ട് നമ്മുടെ റൈബോസോം ബൈൻഡ് ചെയ്യുന്ന പരിപാടി എവിടെയാണ് ബൈൻഡ് ചെയ്യാത്ത? സ്റ്റാർട്ട് കോഡോൺ, AUG ആണ് അല്ലേ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ട് കോഡോൺ ആയിട്ടുള്ള AUGയിലോട്ട് റൈബോസോം ബൈൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഇനീസിയേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ ഇനീഷ്യേറ്റഡ് tRNA. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പാണ് എന്ത്? ഇലോങ്ങേഷൻ ഫേസ്. ഇലോങ്ങേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The ribosome proceeds to the elongation phase of protein synthesis. നമ്മുടെ ഈ റൈബോസോം എങ്ങനെയാണ് ഡ്യൂറിങ് ദിസ് സ്റ്റേജ് amino acid tRNA complex sequentially binds to the appropriate codon in mRNA. mRNAയിലുള്ള appropriate codon അനുസരിച്ചിട്ടുള്ള amino acid tRNA കോംപ്ലക്സ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, by forming a complementary base pairs with tRNA codon. നമ്മുടെ tRNA കോഡോണിന് എങ്ങനെയാണ് അതിൻ്റെ ബേസ് പെയർസിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളതായിരിക്കും അവിടെ ബൈൻഡ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ റൈബോസോം എന്താണ്? ദ റൈബോസോം മൂവ്സ് ഫ്രം വൺ കോഡോൺ ടു ദ നെക്സ്റ്റ് അലോങ് ദ mRNA. ഈ mRNAയിലൂടെ എങ്ങനെ റൈബോസോം മൂവ് ചെയ്യാൻ കേട്ടോ. റൈബോസോമിൻ്റെ 5' to 3' ഡയറക്ഷനിൽ റൈബോസോം ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഇങ്ങനെ എന്താണ് ആഡ് 1 by 1 ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ലേറ്റഡ് into എന്താണ് പോളിപെപ്റ്റൈഡ് സീക്വൻസസ് വിച്ച് ഈസ് ഡിക്റ്റേറ്റഡ് ബൈ DNA ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ mRNA അല്ലേ. mRNA റെപ്രസെൻറ്റ് ചെയ്യുന്ന പോളിപെപ്റ്റൈഡ് സീക്വൻസ് വരും, ആഡ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ അതാണ് ട്രാൻസ്ലേഷൻ. സോ ആഫ്റ്റർ ദിസ് ഇലോങ്ങേഷൻ ഫേസ്, രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള ഇലോങ്ങേഷൻ ഫേസിന് ശേഷം നടക്കുന്ന മൂന്നാമത്തെ ഫേസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ടെർമിനേഷൻ അല്ലേ. സോ എ റിലീസ് ഫാക്ടർ, ഒരു റിലീസ് ഫാക്ടർ ബൈൻഡ്സ് ടു ദ സ്റ്റോപ്പ് കോഡോൺ. നമ്മൾ പറഞ്ഞു ലാസ്റ്റിൽ ഒരു സ്റ്റോപ്പ് കോഡോൺ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ ആ സ്റ്റോപ്പ് കോഡോണിൽ വന്നിട്ടൊരു റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുക. ആൻഡ് ആസ് എ റിസൾട്ട് ഇറ്റ് റിലീസ് ദ കംപ്ലീറ്റ് പോളിപെപ്റ്റൈഡ് ഫ്രം ദ റൈബോസോം. ഈ റൈബോസോമൽ യൂണിറ്റിൽ നിന്നും ആ ഉണ്ടായിട്ടുള്ള നമ്മുടെ പോളിപെപ്റ്റൈഡ് ചെയിന് കംപ്ലീറ്റ് ആയിട്ടും റിലീസ് ചെയ്യും from the ribosome, and that's about the termination. അപ്പോൾ ഈ ഒരു 3 ഫേസസ് കൂടി ചേർന്നതാണ് ട്രാൻസ്ലേഷൻ. So we have understood that ribosome are one of the important cell organelle that is essential for the process of translation അല്ലേ. ട്രാൻസ്ലേഷൻ പ്രോസസ്സിൽ ആക്റ്റീവലി ഇൻവോൾവ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനൽ ആണ് റൈബോസോം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് റൈബോസോമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. So we can say that ribosome is the cellular factory responsible for synthesizing protein. അല്ലേ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സെല്ലുലാർ ഫാക്ടറി ആയിട്ട് വർത്തിക്കുന്ന ഒരു ഓർഗനലാണ് റൈബോസോം. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ RNAs പ്ലസ് 80 ഡിഫറെൻറ്റ് പ്രോട്ടീൻ. ഒരു 80 ഡിഫറെൻറ്റ് പ്രോട്ടീൻസും പിന്നെ സ്ട്രക്ചറൽ RNAs ഒക്കെ കൂടി ചേർന്നതാണ് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോമിനെ കണ്ടില്ലേ നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നില്ലേ, 2 യൂണിറ്റ് ഉണ്ട് അല്ലേ. ഇറ്റ് എക്സിസ്റ്റ് ആസ് 2 സബ് യൂണിറ്റ് അല്ലേ. ഒരു ലാർജ് സബ് യൂണിറ്റും ഉണ്ട്, ഒരു സ്മോൾ സബ് യൂണിറ്റും ഉണ്ട്. ആൻഡ് ഇൻ ദിസ് ലാർജ് സബ് യൂണിറ്റ് ആക്ട് ആസ് അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. നമ്മുടെ അമിനോ ആസിഡിനെ ബൈൻഡ് ചെയ്യുന്ന സൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ ലാർജ് സബ് യൂണിറ്റ് ആണ്. വാട്ട് അബൌട്ട് സ്മോൾ സബ് യൂണിറ്റ്? ഇറ്റ് എൻകൗണ്ടേഴ്സ് ദ mRNA. mRNAയിൽ എൻകൗണ്ടർ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലേ, സ്മോളർ സബ് യൂണിറ്റ് ആണ്. ആൻഡ് ഫോംസ് പ്രോട്ടീൻ സിന്തസിസിങ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് സ്മോളർ സബ് യൂണിറ്റിലാണ്. ആൻഡ് ഓൾസോ
ദ റൈബോസോം ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. നമ്മൾ പറഞ്ഞില്ലേ പോളിപെപ്റ്റൈഡിനെ കണക്ട് ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. അപ്പോൾ ആ പെപ്റ്റൈഡ് ബോണ്ടിൻ്റെ ഫോർമേഷനിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ റൈബോസോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് റൈബോസോം ആർ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെൽ ഓർഗനൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രോട്ടീൻ സിന്തസൈസിങ്. അല്ലേ, പ്രോട്ടീൻ സിന്തസിസിൽ വളരെയധികം ഒരു റോള് വഹിക്കുന്ന ഒരു ഓർഗനലാണ് റൈബോസോം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ. അല്ലേ, പ്രോട്ടീന് സിന്തസൈസ് ചെയ്യാണ് നമ്മുടെ DNA-ൻ്റെ ഇൻഫർമേഷൻ, അല്ലേ, ജനറ്റിക് ഇൻഫർമേഷൻ അനുസരിച്ചിട്ടുള്ള അതിലുള്ള കോഡോൺസിൻ്റെ ബേസിൽ പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ 3 ഫേസസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രാൻസ്ലേഷൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഒരു പ്രോസസ്സാണ്, അല്ലേ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ കറക്റ്റായിട്ട്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോർഷൻ അല്ലെങ്കിൽ കമ്മിങ് പോർഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.